ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളെ, ഒരു കുഞ്ഞ് ദൈവാനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ബാലിശമായിട്ട് തോന്നും, ഇത് വലിയ ദൈവാനുഭവമൊന്നും അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. സംഭവം ഇതാണ്. ഞാൻ മൈന സെമിനാരി വന്ന കാലഘട്ടം 2013 ജൂൺ 6-ാം തീയതിയാണ് ഞാൻ സെമിനാരിയിൽ ചേരുന്നത്. അപ്പം നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിൽ ഏകദേശം നല്ല മഴയുള്ള മഴക്കാല സമയമാണ്. അപ്പോൾ ഒരു ജൂലൈ മാസത്തിൽ ഉച്ച സമയത്ത്, വലിയ മഴയുള്ള ഒരു സമയത്ത്, ഒരു മനുഷ്യൻ, ഒരു ഭിക്ഷക്കാരൻ, ഒരു യാചകൻ ഞങ്ങളുടെ സെമിനാരിയിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ സെമിനാരി ബ്രദേഴ്സ് ഒരിക്കലും അങ്ങനെ പുറത്തുള്ളവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ല, പാടുള്ളതല്ല. പിന്നെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഭക്ഷണം ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടി 1-2 ബ്രദേഴ്സിനെ നിയോഗിക്കും, ഒരു ഡ്യൂട്ടി എന്ന പോലെ. അപ്പം ആ സമയത്ത് എനിക്ക് ആ ഡ്യൂട്ടി കിട്ടിയ ഒരു സമയമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഒരു ചെറുതായിട്ട് വികൃതമായിരുന്നു, കണ്ണ് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെ ആയിരുന്നു. അപ്പം അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, എനിക്ക് കുറച്ച് ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചു. ഞാൻ എന്നിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാൻ നേരത്ത് നല്ല മഴയാണ്. അദ്ദേഹം ഒരു കൂടൊക്കെ തലയിൽ, ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ തലയിലിട്ട് അങ്ങനെ നനഞ്ഞാണ് കയറി വന്നത്. തിരിച്ചു പോകാൻ നേരത്ത് ആ മനുഷ്യൻ ഈ പാത്രമൊക്കെ കഴുകി തിരികെ തന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, എനിക്കൊരു കുട തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾക്ക് അങ്ങനെ വസ്തുക്കളൊന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ല, ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഈ നിങ്ങളുടെ സ്റ്റോറിലെങ്ങാനും ഒരു പഴയ കുടയുണ്ടെങ്കിൽ അത് മതി, അത് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളുടെ ഈ സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ ചാപ്പലും ഉള്ളത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, നിൻ്റെ ബാഗിലൊരു പുതിയ കുടയിരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് കൊടുക്ക്. അപ്പം നമുക്ക് അങ്ങനെ കൊടുക്കാനൊന്നും അനുവാദമില്ല ശരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പള്ളിയിലോട്ട് കയറി. അപ്പോൾ പെട്ടെന്ന് ഈശോയുടെ മുഖമാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. ഈശോ ചോദിക്കുന്നത് പോലെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞ്, എൻ്റെ ഈശോയെ, മഴക്കാലമാണ്, ഞാൻ ഏതായാലും ഈ സെമിനാരിയുടെ ഒരു മേൽക്കൂരയുടെ കീഴിലാണ് ജീവിക്കുന്നത്. തണുപ്പോ നനവോ മഴയോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ ഈ മനുഷ്യനെ കൊടുക്കുകയാണ്. പക്ഷേ ഒരു കുടയുടെ ഉപയോഗത്തിൻ്റെ സമയത്ത് നീ എന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ആ മനുഷ്യന് ആ കുട കൊടുത്തു, ഒരു പുതിയ കുട. ആ മനുഷ്യനത് കൊണ്ടുപോവുകയും ചെയ്തു. ആരും കാണാതെയാണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആയപ്പോഴത്തേനും, ഓഗസ്റ്റ് സെപ്റ്റംബർ ആണെന്ന് ഞാൻ തോന്നുന്നു, ഓണത്തിൻ്റെ ഒരു അവധിയുടെ സമയത്ത് എനിക്ക് വീട്ടിൽ പോകണ്ട, ഞങ്ങൾക്ക് ഓണത്തിന് വീട്ടിൽ പോകാൻ വേണ്ടി പെർമിഷൻ കിട്ടി. അപ്പോൾ ആ സമയത്തെല്ലാം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അന്ന് ഞാൻ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, നാളെ രാവിലെ വീട്ടിലേക്ക് പോവുകയാണ്, മഴ ഉണ്ട്, നീ സഹായിക്കണം. കുട കൊടുത്തു. വേറൊരു കുട കിട്ടാനും വഴിയില്ല. ഞാനൊരു പാവപ്പെട്ട വീട്ടിലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു കുടയൊക്കെ മേടിച്ച് തന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മേടിച്ച് തരാനുള്ള ഒരു സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അമ്മയൊക്കെ ഒത്തിരി സ്നേഹത്തോടെ മേടിച്ച് തന്നതാണ് സാധനങ്ങൾ മേടിച്ച കൂട്ടത്തിൽ. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, എൻ്റെ കുടയില്ല, ഞാൻ വീട്ടിലോട്ടാണ് പോകുന്നത്. അന്ന് രാവിലെ കുർബാനയുടെ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. പോകാനിറങ്ങിയ സമയത്ത് പെട്ടെന്ന് മഴ നിന്നു. തെളിവൊന്നും ഉണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല, മൂടിക്കെട്ടി നിന്നു, പക്ഷെ മഴ പെയ്തില്ല. അങ്ങനെ ഞാൻ കോതമംഗലം സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ബസ് കയറി അങ്ങനെ വീട്ടിൽ എത്തി. അന്ന് അധികം മഴയൊന്നും പെയ്തില്ല. വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം പാലായിൽ ഒരു വീട്ടിൽ പോകാൻ വേണ്ടി അമ്മ പറഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന വീടാണ്. അന്ന് രാവിലെ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഈശോയോട് ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞു, കർത്താവേ, കുടയില്ല, കുട വല്ലവർക്കും കൊടുത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വഴക്ക് പറഞ്ഞിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ദാരിദ്ര്യമായ അവസ്ഥ കൊണ്ടാണ്. എന്നിട്ട് അന്ന് രാവിലെ പള്ളിയിൽ പോകാൻ നേരത്ത് അമ്മയുടെ കുടയായിട്ട് പോയി. അന്ന് മഴയുണ്ടായിരുന്നു, തിരിച്ചു വന്നു. അതിനുശേഷം ഞാൻ പാലായിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറാവുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, നമുക്കിങ്ങനെ പാലായിക്ക് പോകുമ്പോൾ ആദ്യം മുണ്ടക്കയം പോകണം, അത് കഴിഞ്ഞ് ഈരാറ്റുപേട്ട അരുവിത്തറപ്പള്ളി പോയി കുറച്ച് സമയം പ്രാർത്ഥിക്കണം, അതിനുശേഷം ഭരണിങ്ങാനം പോയി അൽഫോൻസാമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കണം, പിന്നെ വേണം നമുക്ക് ആ വീട്ടിലോട്ട് പോകാനെന്ന്.
അപ്പോഴത്തേനും ചാച്ചനും ചേട്ടനും ഒക്കെ ഓരോ വഴിക്ക് പോയി. അവരെല്ലാം അവരവരുടേതായ കുടയായിട്ട് പോയി. അമ്മച്ചിയുടെ ഒരു കുടയുണ്ട്, എനിക്ക് കുടയില്ല. എൻ്റെ കുട എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു ഈശോയുടെ സന്നിധിയിൽ ഇങ്ങനെ നോക്കി ദയനീയമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, അമ്മ ഞാൻ കുട മറന്നുപോയി, സെമിനാരിലാന്ന് പറഞ്ഞു. ഈ മഴക്കാലത്താണ് നീ മറന്നു പോയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മച്ചി വഴക്ക് പറഞ്ഞു. പക്ഷേ അന്ന് രാവിലെ ഞങ്ങൾ പോകാനിറങ്ങിയപ്പം കൃത്യം മഴ മാറി. എന്നിട്ട് മുറിഞ്ഞുപുഴ എന്ന് പറയുന്ന സ്ഥലം വരെ ഓട്ടോയ്ക്ക് പോകണം. അവിടുന്ന് ഓട്ടോയിൽ കയറി മുറിഞ്ഞുപുഴ എത്തി. എന്നിട്ട് ബസ്സിൽ കയറിയപ്പം ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇനി മുണ്ടക്കയത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. മുണ്ടക്കയത്ത് എത്താറായപ്പോഴത്തേനും മഴ മാറി. ഞാൻ ലിറ്ററലി പറയുന്നതാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് മുണ്ടക്കയത്ത് നിന്ന് അടുത്ത ഈരാറ്റുപേട്ടയ്ക്കുള്ള ബസ് കയറിയപ്പോഴത്തേനും ഇതേ മഴ. ബസ്സിൽ കയറി ഭയങ്കര മഴ. ഈരാറ്റുപേട്ട ചെന്ന് ഇറങ്ങാറായപ്പോഴത്തേനും മഴ മാറി. അതുപോലെ തന്നെ അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയി. അങ്ങനെ തന്നെ അന്നത്തെ ദിവസം മുഴുവൻ ദൈവപരിപാലനയാണ്. ബസ്സിൽ കയറുമ്പോൾ മഴ പെയ്യും, ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മഴ മാറി നിൽക്കും. ഈശോ എനിക്ക് വേണ്ടി ആ ഒരു ദിവസം മഴ മാറ്റി ക്രമീകരിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം അവധിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. വീട്ടിൽ നിന്ന് സെമിനാരിയിലേക്ക് പോയി. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നോവിഷ്യേറ്റിൽ പോകേണ്ടി വന്നു. നോവിഷ്യേറ്റിലേക്ക് പോകേണ്ട അതിനടുത്ത എൻ്റെ ഉപരിപഠനം എന്ന് പറയുന്നത് നോവിഷ്യേറ്റാണ്. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ധ്യാനിക്കുന്നതിൻ്റെയൊക്കെ ഒരു വർഷമായിരുന്നു. അപ്പോൾ ആ വർഷം അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിന് സെമിനാരിയിൽ നിന്ന് കുറച്ച് പൈസ തന്നു. എടാ, നിനക്ക് ആവശ്യത്തിന് ഇന്ന സാധനങ്ങൾ മേടിക്കണം, ഡ്രസ്സ്, അങ്ങനെയെല്ലാം ഞാൻ ഡ്രസ്സ് മേടിച്ചു. എന്നിട്ട് എല്ലാം തിരിച്ചു വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു 500 രൂപ ബാക്കിയുണ്ട്. ഞാനത് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ അച്ഛനോട് പറഞ്ഞു, നിനക്ക് കുടയോ അങ്ങനെ വല്ലതും മേടിക്കാനുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പൈസ വെച്ച് അതും കൂടെ മേടിച്ചോളാൻ പറഞ്ഞു. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം എനിക്ക് കുട മേടിക്കാൻ ആ ലിസ്റ്റിലില്ലായിരുന്നു. ഡ്രസ്സും സാധനങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഡ്രസ്സ്, ഷൂവ്, പിന്നെ ആവശ്യത്തിന് സോപ്പ്, ബാത്ത് ടവൽ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം ഈ അച്ഛൻ ഈ പൈസ തന്നിട്ട് നീ കുട മേടിച്ചോളാന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നുള്ളതേ എന്തോ ഒരു പരിപാലനയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആ ഒരു കാലഘട്ടമേ. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ 4-ാം അധ്യായത്തിൽ 19-ാം വാക്യം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്ന്. ദൈവത്തിൻ്റെ പരിപാലനയെ നമുക്കെപ്പോഴും അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ. എൻ്റെ ഏതൊരു കുഞ്ഞനുഭവമാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമാണ്. മഴയോ മഞ്ഞോ തണുപ്പോ ഒന്നും അടിക്കാതെ ദൈവം നമ്മളെ സംരക്ഷിക്കും. ഇനി അങ്ങനെയൊക്കെ വന്നാൽ പോലും അതിന് മധ്യേ എങ്ങനെ പരിപാലിക്കണമെന്ന് ദൈവത്തിനറിയാം. അപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്കിതൊരു അനുഭവമാണ്, നിങ്ങൾക്കിതൊരു ദൈവത്തിന് ആശ്രയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് നന്ദി പറയുക. നമുക്ക് കൂടുതൽ ഈശോയിൽ ആശ്രയിച്ച് മുന്നേറാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.